ഗായ്സ്, ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു കിഡിലൻ ഫാമിലി യൂസ്ഡ് പക്ക ജെന്യുവിൻ ഹിസ്റ്ററി ഉള്ള പക്ക ഒരു വണ്ടിയാണ്. 2013 മോഡൽ, 77,000 കിലോമീറ്റർ മാത്രം ഓടിയ, അതും സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള ഒരു ഓഡി Q3 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 2013 മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അധികം പഴക്കമായിട്ടില്ല ഒരു പ്രീമിയം കാറിനെ സംബന്ധിച്ച്. അതും 10 ലക്ഷത്തിൽ താഴെയാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കാനിട്ടുള്ളത്. പക്ക ജെന്യുവിനാണ്, കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ വണ്ടി ഇട്ട് വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫാമിലി യൂസ്ഡ് വണ്ടികളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ വണ്ടിയുമേ എന്താ പറയുക, നമ്മൾ നോർമലി ഉള്ള പാർട്സോ കാര്യങ്ങളോ അല്ല ചെയ്യുക. അവർ പക്ക ജെന്യുവിനായിട്ട് എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അപ്പോൾ 4 ടയറും പുതിയതാണ്, ബാറ്ററി പുതിയതാണ്. റീസെൻ്റായിട്ട് 50,000 രൂപ കൊടുത്തിട്ട് ക്ലീനായിട്ട് വണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട്, പെൻഡിങ് ഉള്ള വർക്ക്സുകളും സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വിശ്വസിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു പ്രീമിയം കാറ്, ഒരു 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രീമിയം കാറ് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഓഡി. അതും ഓഡി Q3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന മറ്റ് പ്രീമിയം കാറുകളെക്കാളും കുറച്ചും കൂടെ എക്കണോമിയാണ് വണ്ടി. മൈലേജ് വെച്ച് നോക്കുകയാണെങ്കിലും അപ് ടു 20 വരെ ലോങ് ഡ്രൈവിൽ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഡീസൽ ഒരു കുഞ്ഞൻ വണ്ടിയാണ്. എന്നാൽ അതിൻ്റെ എല്ലാ പ്രീമിയം ഫീലും നമുക്ക് തരുകയും ചെയ്യും. പിന്നെ ഓഡിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളാണ്. ഭയങ്കര കംഫർട്ടബിൾ സ്റ്റിയറിംഗ് ആണ് ഓഡിയുടെ സ്റ്റിയറിംഗ്. ഒരു സ്ട്രെയിനും ഇല്ലാത്ത അത്രയും പക്ക ഫ്രീ ഡ്രൈവിംഗ് ആണ് ഓഡി നമുക്ക് തരുന്നത്. അപ്പോൾ ഈ വണ്ടി 2000 എന്ന് പറയുന്ന അടിപൊളി ഫാൻസി നമ്പറും ഉണ്ട്. റീവണ്ടി പോലും അല്ല, 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ട് വാട്സാപ്പ് ചെയ്യരുത്, കാരണം ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കൊട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെയാണ് വണ്ടി കിടക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക, പെട്ടെന്ന് വന്ന് വണ്ടി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.